ചേട്ടാ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് എവിടം വരെയായി? തെരഞ്ഞെടുപ്പ് രണ്ടാമത്തെ റൗണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് ഇന്നത്തോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പാലക്കാട് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്നു. നാളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിജി മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് എത്തുന്നു. മോദിജി എത്തുന്നതോടുകൂടി ഇത് ഒന്നുകൂടെ ചിത്രം മറിയുമോ? മോദിജി വരുന്നതോടുകൂടി ഞങ്ങളുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയാണ്. അതാണ് ഇപ്പം മോദിജിക്ക് പകരം വെക്കാൻ മറ്റ് രണ്ട് മുന്നണിക്കും ഒരാൾ പോലും ഇല്ല. ഇപ്പം ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. അപ്പം നമ്മളിവിടെ നോക്കുമ്പം ഇവിടെ കോൺഗ്രസിൻ്റെ പോസ്റ്ററുകൾ കുറവാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തനം കുറവാണ്. അവിടെ എന്നാൽ ഈ പാലക്കാട് മണ്ഡലവും മലമ്പുഴയുമായിട്ട് വലിയ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്ത് നിങ്ങളെ മറിക്കാൻ പരിപാടിയല്ലോ ഉണ്ടോ അവർക്ക്? അല്ലല്ല, കോൺഗ്രസ് 2016 തെരഞ്ഞെടുപ്പിന് ശേഷം മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് വളരെ പുറകിലാണ്. കോൺഗ്രസ് 35,000 വോട്ടാണ് കോൺഗ്രസിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കിട്ടിയിരിക്കുന്നത്. മലമ്പുഴയിലെ യഥാർത്ഥ പ്രതിപക്ഷം BJP ആണ്, NDA ആണ് എന്നുള്ളത് മലമ്പുഴയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം CPMൻ്റെ 60 വർഷത്തെ ഈ വികസന മുരടിപ്പിനെതിരായിട്ട് ശക്തമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പ്രതികരിക്കുന്നത് BJP ആണ്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും NDA ആണ്. അപ്പോൾ കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടാവുമോ? നിങ്ങൾ പലപ്പോഴും BJP ജയിക്കേണ്ട പല സീറ്റുകളിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തുമായിരുന്നു. യഥാർത്ഥത്തിൽ ഡീല് UDFും LDFും തമ്മിലാണ്. പാലക്കാട് LDF UDFിന് വോട്ട് കൊടുക്കും, ഇവിടെ UDF LDFിന് വോട്ട് കൊടുക്കും. ഞങ്ങൾ കാണുമ്പോൾ ഒരു ചിത്രം പറഞ്ഞതാണ്. അതിൽ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കും CPMന്റെ സാധാരണ പ്രവർത്തകർ അമർഷമുണ്ട്. ഏറ്റവും മുതിർന്ന 2-3 നേതാക്കന്മാർ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻ്റാണ്. അതിനെതിരായിട്ട് വലിയ വികാരം 2 മുന്നണികളിലുണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമായി വരും. അത് പാലക്കാടിൽ അതിന് ഇത്തവണ പ്രതിഫലിക്കും, മലമ്പുഴയിലും പ്രതിഫലിക്കും. സാധാരണ പ്രവർത്തകർ കോൺഗ്രസിന് ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്താനില്ലാതെ പോയോ ഈ വർഷം? അവിടെ CPMനില്ല. അവിടെ CPMനില്ല. അവിടെ CPMനില്ല, അവിടെ കോൺഗ്രസിനില്ല. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി ആരാണ് ഡീൽ. അവിടെയാണ് ഡീൽ നടക്കുന്നത്. അല്ല, ഇത് കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാലക്കാട് ജില്ലയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്നത് CPMന് പാലക്കാട് സ്വന്തം പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനായിട്ട് ഒരാളെ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഡീൽ എന്താണെന്നുള്ളത് സ്വാഭാവികമാണ്. പാലക്കാട് സ്ഥാനാർത്ഥിയുടെ ചിന്തിക്കുമ്പോൾ ഒരു സാമുദായിക വോട്ട് നോക്കിയാണോ അവർ പെട്ടെന്നൊരു മലക്കമറിച്ച് കളഞ്ഞു? പെരിയാരിയിലെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് പോയിരുന്നു. അത് ഷാഫി പറമ്പിൽ വന്ന് മുന്നേ നിന്നതുകൊണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ളൊരു മാർഗമായിട്ട് സാമുദായിക ഒരു സമവാക്യം തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ? ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷം പറയുന്നത് ഞങ്ങൾ മതേതര പാർട്ടിയാണ്, ഞങ്ങൾ യഥാർത്ഥ മതേതരത്വം കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ വോട്ട് കിട്ടാനായിട്ട് ആ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട ആളെ സ്ഥാനാർത്ഥിയാക്കുന്നത് തന്നെ അവരുടെ മതേതരത്വം കപട മതേതരത്വമാണെന്ന് എന്നുള്ള തെളിവല്ലേ? അതെ അതെ. ഇപ്പം ഈ കേരളത്തിൽ ഒക്കെ എത്ര സീറ്റ് നമുക്ക് BJP പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നു. ത്രിപുരയിൽ ഞങ്ങൾ 0-ൽ നിന്നാണ് ഭരണത്തിലേക്ക് വന്നത്. കേരളത്തിലും അതേപോലെ 0-ൽ നിന്ന് ഭരണത്തിൽ വന്നാലും നിങ്ങൾ അതിശയിക്കേണ്ട ആവശ്യമില്ല. അതാണ്. കേരളത്തിലെ NDAക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം, 2 മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു വലിയൊരു തരംഗം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതൊരു കൊടുങ്കാറ്റായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാറും. ഞങ്ങൾ 0-ൽ നിന്ന് ഭരണത്തിലേക്ക് വന്നാലും അത്ഭുതപ്പെടേണ്ട. നമ്മൾ തിരുവനന്തപുരത്തെക്കുറിച്ച് പറയും, തിരുവനന്തപുരം നഗരസഭ ഒരിക്കലും ഭരിക്കില്ല, അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണണ്ട എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ വെച്ചിരുന്ന ടാർഗറ്റിനെക്കാട്ടിൽ കൂടുതൽ അച്ചീവ് ചെയ്തു. അല്ല, പാലക്കാട് അവരതാ പറഞ്ഞിരുന്നത്. 2015 വരെ പാലക്കാടും പറഞ്ഞിരുന്നത് പാലക്കാട് ഒരിക്കലും BJPക്ക് ലഭിക്കില്ല. ഞങ്ങൾ 3 വട്ടമായി ഭരിക്കുന്നു. തിരുവനന്തപുരം ഞങ്ങൾ തുടക്കം കുറിച്ചു. കേരളത്തിലെ നിരവധി നഗരസഭകളും പഞ്ചായത്തുകളും ഞങ്ങൾ ഭരണത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കേരളവും അതുപോലെ ഞങ്ങൾ പിടിച്ചെടുക്കും, യാതൊരു സംശയവും. പിന്നെ പുതിയ നേതൃത്വം നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നുണ്ടോ? BJPയുടെ സംഘടനാ സംവിധാനം കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ്. ഞങ്ങൾക്ക് 2 മുന്നണികളോട് ശക്തമായിട്ടുള്ള 2 മുന്നണികളോട് മത്സരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇതുവരെ ജയിക്കാൻ കഴിയാതിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൂടാതെ ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കാരണമാണ് കേരളത്തിൽ ഞങ്ങൾ ജയിക്കാതിരുന്നത്. പക്ഷേ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളടക്കം ഇപ്പോൾ മനസ്സിലാക്കി ഈ 2 മുന്നണികളും കപട മതേതരം ആണ് മുന്നോട്ട് വയ്ക്കുന്നത്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നുള്ളത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ പോലും ഇത്തവണ NDAക്ക് അനുകൂലമായി വോട്ട് രേഖം. ജനങ്ങളത് കാണുന്നുണ്ട്. 10 വർഷമായിട്ട് ഈ രാജ്യത്ത് കലാപങ്ങളില്ല.
കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ രാജ്യത്തെ സാധാരണക്കാർക്കായിട്ടുള്ള അവരുടെ വീടുകളിൽ അവർ പോലും അറിയാതെ കേന്ദ്ര ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ എത്തുന്നു. കർഷകരെ സംബന്ധിച്ചോളം എല്ലാ 4 മാസം കൂടുന്ന സമയത്ത് കൃത്യമായിട്ട് 2000 രൂപ അവരുടെ അക്കൗണ്ടിലെത്തുന്നു. കോവിഡ് സമയത്ത് 500 രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തി. അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ അവർ അപേക്ഷ പോലും സമർപ്പിക്കാതെ അവരുടെ അക്കൗണ്ടിൽ എത്തിയതിൻ്റെ ഗുണഫലം അവർ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മോദിജി ഇപ്പോൾ ഇങ്ങനെ നല്ല ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരം തന്നെ കേരളത്തിലെ ജനങ്ങൾ BJPക്ക് അവസരം കൊടുത്താൽ അത് വലിയ പുരോഗതിയിലേക്ക് കേരളത്തെ ഡബിൾ എഞ്ചിൻ സർക്കാരാവും. കേരളത്തിൽ ഇപ്പോൾ ഈ മലമ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. മലമ്പുഴയിൽ IIT വന്നത് മോദി സർക്കാർ വന്ന ശേഷമാണ്. ഫുഡ് പാർക്ക് വന്നത് മോദി സർക്കാർ വന്ന ശേഷമാണ്. ഇപ്പോൾ കഞ്ചിക്കോട് വ്യവസായ മേഖല തകർന്നു കിടക്കുകയായിരുന്നു. ആ കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് ഇപ്പോൾ ശ്വാസം വന്നിരിക്കുക. കാരണം ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി മോദി സർക്കാർ 3500 കോടി രൂപയുടെ കഞ്ചിക്കോട് പ്രഖ്യാപിച്ചു. 50,000-ത്തിലധികം ആളുകൾക്കാണ് അവിടെ ജോലി ലഭിക്കാൻ പോകുന്നത്. പാലക്കാടിൻ്റെ മുഖം തന്നെ മാറുന്ന രീതിയിലുള്ള വികസനമാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ മലമ്പുഴ ഉദ്യാനം കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെട്ടതാണ്. അതിൻ്റെ നവീകരണത്തിനായിട്ട് 75 കോടി രൂപ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. 10,000 കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് പാലക്കാടിനെയും കോഴിക്കോടിനെയും കണക്ട് ചെയ്തിട്ടുള്ളത് വരുന്നത്. ഇതെല്ലാം മോദി സർക്കാരാണ് നൽകുന്നതെന്നുള്ളത് പാലക്കാട്ടിലെ ജനങ്ങൾക്കറിയാം. അവർ പറയും ഒരു MLA പോലും ഇല്ലാതെ, ഒരു MP പോലും ഇല്ലാതെ ഇത്രയേറെ കാര്യങ്ങൾ മോദി സർക്കാർ പാലക്കാടിനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, മലമ്പുഴയ്ക്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു MLA ഇവിടുന്ന് വിജയിച്ചാൽ എന്തായിരിക്കും മലമ്പുഴയ്ക്ക് മോദി സർക്കാരിൻ്റെ സമ്മാനം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. വേറെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് 38 വർഷത്തെ CPMൻ്റെ ഭരണം അവസാനിപ്പിച്ച് BJP ഭരിക്കുക. കേവലം 2-3 മാസം ആവുന്നേ ഉള്ളൂ. അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിനെ ബഹുമാനപ്പെട്ട PT ഉഷ MP ദത്തെടുത്തിരിക്കുക. അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് സമഗ്രമായിട്ടുള്ള വികസനം അവിടെ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് BJP ഭരിക്കുമ്പോഴേക്കും അത് ഏറ്റെടുക്കാൻ ഒരു BJPയുടെ MP മുന്നോട്ട് വരിക. അവിടുത്തെ വികസനം, എല്ലാ തലത്തിലുള്ള വികസനത്തിനായിട്ടുള്ള ഫണ്ടുകൾ അനുവദിക്കാൻ അവർ തയ്യാറാവുക. ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 25,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലായിരുന്നു. 2 തവണയും 2ാം സ്ഥാനത്തായിരുന്നു. ആ 25,000-നെ കവർ ചെയ്യാൻ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെയാണ് പ്രതീക്ഷയുള്ളത്? ജനങ്ങൾ ഒരു കൊടുങ്കാറ്റായിട്ട് മാറാൻ തീരുമാനിച്ചാൽ ഏതായാലും കോൺഗ്രസിനെ കൊണ്ട് ഇവരെ പ്രതിരോധിക്കാൻ ഈ മലമ്പുഴ മണ്ഡലത്തിൽ കഴിയത്തില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് 100% ബോധ്യമുണ്ട്. CPMൻ്റെ ധാർഷ്ട്യത്തെയും അഹങ്കാരത്തെയും അതുപോലെ തന്നെ വികസന മുരടിപ്പിനെയും മറികടക്കാൻ, അവരെ പ്രതിരോധിക്കാൻ BJPക്ക് കഴിയുള്ളൂ എന്നുള്ള മലമ്പുഴയിൽ ജനങ്ങൾക്കറിയാം. NDAക്ക് സാധിക്കുള്ളൂ എന്നുള്ള അറിയാം. അതുകൊണ്ട് ഇത്തവണത്തെ വോട്ട് NDAക്കാണ്. ഒരു ചോദ്യം കൂടി മലമ്പുഴ മണ്ഡലത്തിലേക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്? ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം കുടിവെള്ളമാണ്. ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുക. ഈ മലമ്പുഴ ഡാമൊക്കെ ഉള്ള സ്ഥലത്താണ്. ഡാമുള്ള സ്ഥലത്താണ്. മലമ്പുഴ ഡാമിൻ്റെ കരയിലുള്ള ആളുകൾക്ക് പോലും വെള്ളം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ടാങ്കർ ലോറിയിൽ അവിടെ വെള്ളം വരുന്നത്. ഇലക്ഷൻ ആയതുകൊണ്ട് ടാങ്കർ ലോറി വരുന്നത്. അവർ പറയുന്നുണ്ട്, ജനങ്ങൾ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ ടാങ്കർ ലോറി നിൽക്കും, ഏപ്രിൽ 9 വരെ വരുള്ളൂ എന്ന്. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കർഷകർ ഏറ്റവും കൂടുതലുള്ള മണ്ഡലമാണ്. കർഷകർക്ക് നെല്ല്, നിങ്ങളൊന്ന് നെൽകർഷകരെ സമീപിച്ചാൽ അറിയാം, നെല്ല് കൊയ്തെടുത്ത് 1 മാസം കഴിഞ്ഞിട്ടും സംഭരണം തുടങ്ങിയിട്ടില്ല. സംഭരിച്ച ആളുകൾക്ക് അതിൻ്റെ റെസീറ്റ് പോലും കൊടുക്കുന്നില്ല. ഇനി അതിൻ്റെ വില കിട്ടാൻ 6 മാസവും 1 കൊല്ലവും അവർ കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.